ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റൂല, എല്ലാ കാര്യങ്ങളും ഇല്ല, കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ ലിയമോൾ ഉറങ്ങിയപ്പോൾ ഒരു 8:30 ആയപ്പോൾ ചായ കുടിക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ ചായ കുടിക്കുകയാണ്. അങ്ങനെ ഒരു കപ്പ് ചായയും പുട്ടും ഇതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ നല്ല വെയിലുണ്ട്. എന്താ അറിയില്ല, ഇന്ന് ഇത്രയും മഴയ്ക്ക് ശേഷം ഇത്തിരി വെയിൽ കിട്ടിയത് അത്രയും ആശ്വാസം. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ലൊരു വെയിലുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഞാൻ എപ്പോഴും ഈ ടാർപ്പായിൻ്റെ ഉള്ളിലാണ് എപ്പോഴും കുഞ്ഞിൻ്റെ ഉടുപ്പൊക്കെ ഇടാറ്. പിന്നെ ഇതുപോലെ കമ്പിയിലിടും, എന്നിട്ട് വെയിൽ വരുമ്പോൾ പുറത്ത് വെക്കും, മഴ വരുമ്പോൾ അകത്ത് വെക്കും, അങ്ങനെ കളിക്കല. ഇന്നെന്തോ നല്ല വെയിലുള്ളത് കൊണ്ട് രാവിലെ തന്നെ എടുത്തിട്ട് ഏകദേശം തുണിയൊക്കെ ആറി കിട്ടി. അപ്പം അതെല്ലാം ആറിക്കിട്ടി വെച്ച് ഉണങ്ങിക്കിട്ടിയെന്നാണ് കേട്ടോ. അപ്പം അതൊക്കെ എടുത്ത് ഞാൻ ലിയമോളെ തുണിയൊക്കെ വേഗം എടുക്കുകയാണ്. പിന്നെ നനഞ്ഞാൽ പിന്നെ പോയി. ലിയമോളെ തുണിയെല്ലാം കുഞ്ഞു തുണിയാണെങ്കിൽ അത്യാവശ്യം കട്ട് ചെയ്യണ്ട, എല്ലാത്തിനും ഉണങ്ങി കിട്ടാൻ പ്രയാസമാണ്. പിന്നെ കോട്ടനും ആയതുകൊണ്ട് നല്ല വെയിലുണ്ടെങ്കിൽ നല്ലോണം ഉണങ്ങും. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ് ഞാൻ. മഴ വരുന്നതിന് മുന്നേ എപ്പോഴാണ് മഴ പെയ്യാന്ന് അറിയത്തില്ല, അതുകൊണ്ട് വേഗം അതൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ നമ്മളെ ചാനലിൽ ഇന്നലെ ഒരു ദിവസം ഞാൻ 187 പറഞ്ഞ ഇന്ന് 192 അങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ലിയോമോളെ ഡ്രസ്സെല്ലാം ഞാൻ ആദ്യം മുതലേ ഒന്നുകൂടെ മടക്കി വെക്കുകയാണ്. ആ കൊട്ടക്കകത്തിരുന്നിട്ടേ ചെറിയൊരു തണുപ്പ് അടിച്ച പോലെ, അങ്ങനെ കുറേയൊക്കെ ഞാൻ പിന്നെ എടുത്ത് വെയിലത്തൊക്കെ ഇട്ട് അങ്ങനെ ചൂടാക്കി അങ്ങനെ കൊണ്ടുവന്നു. ഞാൻ എന്തൊക്കെയാണ് കണാന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്താ അറിയില്ല, ഹൈവേ അടുത്തായതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, വണ്ടീൻ്റെ സൗണ്ട് വല്ലാതെ എങ്ങനെയുണ്ട്. പിന്നെ അടുത്ത് റോഡുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വോയിസ് കൊടുക്കാൻ ഇതിൽ കേട്ടോ, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാൻ ലിയമോളെ ഡ്രസ്സെല്ലാം വീണ്ടും മടക്കിയൊക്കെ വെക്കുകയാണ്, എല്ലാം വൃത്തിക്ക് എടുത്ത് വെക്കുകയാണ്. ഡ്രസ്സൊക്കെ ഒന്ന് ചൂടാക്കിയാൽ ഒരു സമാധാനം എന്തോ അറിയില്ല. ഈ മഴയത്ത് എല്ലാം ഉണങ്ങിക്കിട്ടിയാൽ മനസ്സിന് എന്തോ ഒരു ശാന്തിയും സുഖമാണ്. അപ്പം അതൊക്കെ എടുത്ത് വെക്കുകയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അലർജീൻ്റെ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ബെഡ്ഷീറ്റ്, 1 2 3 4 5 ബെഡ്ഷീറ്റ് ഉണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഞാൻ, 3 അല്ല ചിലപ്പോൾ 4, ചിലപ്പോൾ ദിവസവും മാറ്റാൻ തോന്നി ഞാൻ ദിവസവും മാറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റും. അതാണ് ഇത്രയും ബെഡ്ഷീറ്റ് അലക്കിൽ കാണുന്നത്. ഒരലക്കിൽ തന്നെ ഒത്തിരി ബെഡ്ഷീറ്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ വെള്ളം പൈപ്പ് വെള്ളമാണ്. അപ്പം പൈപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് വരും. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. ചിലപ്പോൾ ഒന്നിച്ച് അലക്കേണ്ടി വരും, ചിലപ്പോൾ ആഴ്ചയിൽ 2 3 തവണയൊക്കെ അലക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അലക്കുക. എന്നാൽ നമുക്ക് വെള്ളം പിടിച്ച് വെക്കുന്നത് കൊണ്ടേ, ഇതുപോലെ അലക്കാൻ മാത്രമല്ലല്ലോ, എല്ലാത്തിനും വേണ്ടേ അങ്ങനെ. അപ്പോൾ അത്രയും തുണിയൊക്കെ ഞാൻ ഒതുക്കി പെറുക്കി എല്ലാവിടെയും വെച്ച് അങ്ങനെ ബെഡ് അങ്ങ് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ താഴോട്ടേക്ക് വരിക കേട്ടോ. കുഞ്ഞ് ഉറങ്ങാനും താഴെ തൊട്ടിൽ കിടത്തിയിട്ടാണുള്ളത്. അപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റോ എന്താ സ്ഥിതി നോക്കാൻ വേണ്ടി പോവാണ്. ഉച്ചയ്ക്ക് ഇത്തിരി ബിരിയാണി അരി ബാക്കി ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി നെയ്ച്ചോറ് പോലെ വെച്ച് മുട്ടയൊക്കെ ആക്കി. അതിനിടയിൽ ലിയമോളെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റൽ വരെ പോകാം കേട്ടോ. ഒന്നുമില്ല, പനി മാറി, എന്നാലും ഡോക്ടർ വന്ന് ഒന്ന് കാണണം എന്ന് പറഞ്ഞിരുന്നേ, അതിനു വേണ്ടി പോവാണേ. അത് കഴിഞ്ഞ് വൈകിട്ട് ചായക്ക് ഞാൻ നേന്ത്രപ്പഴം പുഴുങ്ങി തേങ്ങ ഇട്ടുണ്ടാക്കി കേട്ടോ. അങ്ങനെയാകുമ്പോൾ ചുമ്മാ എല്ലാവരും കഴിച്ചോളും. അങ്ങനെ അതുണ്ടാക്കി. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ അടുത്ത വീഡിയോ വരും വരെ ബായ്.